എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളെ കുഞ്ഞൻ്റെ കാര്യം എന്തായി ഇന്ന്. അപ്പം കുഞ്ഞൻ്റെ കാര്യം പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുഞ്ഞന് പ്രശ്നമൊന്നുമില്ല, കുഞ്ഞൻ പഴയ പോലെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിലെ കൂടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാണ്. കുഞ്ഞാ, എന്നെപ്പറ്റി എല്ലാവരും തിരക്കുന്നുണ്ട്, പറഞ്ഞു കൊടുത്താട്ടെ. ഞാൻ പഴയ പോലെ തുള്ളിച്ചാടി നടക്കുന്നതിലെ കൂടി. പിന്നെ ആൾക്ക് ഭക്ഷണം കഴിക്കാത്തതിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഭക്ഷണം ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അതായത് പാർവ വന്നേ പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾ ഭക്ഷണമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ളി ഇഞ്ചക്ഷനൊക്കെ വെക്കുമായിരുന്നു. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു ആൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇനിയിപ്പം നല്ല ഭക്ഷണമൊക്കെ പതുക്കെ കൊടുത്ത് ആളെ തടിയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. കുഞ്ഞാ, അപ്പോൾ അത് 2 പേരും കൂടി ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ കുഞ്ഞാ, അവർ ശരിക്കും പറഞ്ഞാൽ കടിക്കുന്നതല്ല, കളിക്കുന്നതാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കടിക്കുന്ന പോലെ തോന്നും. അങ്ങനെ കടിക്കില്ല ചാർലിയുടെ ഭക്ഷണം എടുത്താൽ മാത്രമേ ചാർലിക്ക് ദേഷ്യം വരില്ല കേട്ടോ. ഇപ്പം വേദനിപ്പിക്കാതെ കളിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു നോക്കി ചാർലീനെ ഇപ്പോൾ ഇടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലെന്നാണ് കേട്ടോ. അതായത് ചാർലിക്ക് വരേണ്ടതാണെങ്കിൽ ഓൾറെഡി വരേണ്ട സമയം കഴിഞ്ഞു. അതായത് ഏകദേശം കുഞ്ഞിന് വയ്യാഞ്ഞിട്ട് ഏകദേശം ഒരു 1-1.5 ദിവസം അവർ ഒരുമിച്ചുണ്ടായിരുന്നു. 1-1.5 ദിവസത്തിന് മുകളിലുണ്ടാവും. ചിലപ്പം എൻ്റെ അറിവിൽ 1.5 ദിവസമാണ്. അപ്പോൾ അതിന് മുകളിൽ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ചാർലിക്ക് വരണമെങ്കിൽ ഇതിന് മുമ്പേ വരേണ്ട സമയമായി. ഇപ്പോൾ പിന്നെ കുഞ്ഞിന് ഏകദേശം വൈറസൊക്കെ പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ധൈര്യമായിട്ട് കൂടെ ഇട്ടോന്ന് പറഞ്ഞു കേട്ടോ. കുഞ്ഞൻ എന്നെ കടിക്കുന്നുണ്ട്. വിടാ, കുഞ്ഞൻ കുരുത്തക്കേടൊക്കെ തുടങ്ങിയതാ, കടിക്ക് പറിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ചയായിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം മിക്കവാറും നമ്മൾ നാളെ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. കുഞ്ഞനില്ല കൂടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാ, ഇങ്ങോട്ട് വന്നേ. കുഞ്ഞിനത്തെ തൂവലൊക്കെ കടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. കളഞ്ഞേ. അപ്പോൾ ആൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. ആൾ പഴയ പോലെ തന്നെ ഉഷാറായി. ചാർലിയായിട്ട് മുട്ടുന്നതിന് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ചാർലിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മളിത് ജസ്റ്റ് പുറത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു കൃഷി സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ കമ്പി വേലി വെച്ചിട്ട് അടച്ചേക്കുവാണ്. എന്തിൻ്റെയൊക്കെ കൃഷിയാണ് കേട്ടോ. അവിടെ ഇപ്പം നട്ടതേ ഉള്ളൂ. ഫുള്ള് മുളിച്ചെടിയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും. കുഞ്ഞന്തേ അതിലെ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പിടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളെ കുഞ്ഞനെ പിടിച്ചു കേട്ടോ. കുഞ്ഞൻ ഓടി ആ റോഡിലോട്ട് പോവായിരുന്നു. ഓക്കെ കുഞ്ഞാ, ഇങ്ങോട്ട് വാ. അപ്പോൾ കുഞ്ഞൻ നടക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, ആൾ നല്ല ആക്റ്റീവാണ്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പം ഭക്ഷണം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പം ഭക്ഷണം കഴിച്ചൊന്ന് ഉഷാറാക്കി എടുക്കണം. തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല കുഞ്ഞാ, തടി കുറഞ്ഞിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചു എന്നറിയാം. എന്താണെങ്കിലും യാതൊരുവിധ പ്രശ്നമില്ലാതെ നമ്മളെ കുഞ്ഞൻ വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ പാർവോന്നൊക്കെ പറയുന്ന ഈ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ഡോഗൊക്കെ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. എന്താണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ കുഞ്ഞിനെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പം പ്രാർത്ഥിച്ചതിനൊക്കെ ഒരുപാട് താങ്ക്സ് എല്ലാവരോടും. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇനി നമ്മൾ അധികം കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പതുക്കെ നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞാ, കേരളത്തിൽ പോവാ. അങ്ങനെ ബാംഗ്ലൂരിലുള്ള കുഞ്ഞൻ കേരളത്തിലോട്ട് വരുവാണ് കേട്ടോ. ബാ, നടക്ക്. അപ്പോൾ നമ്മുടെ ചാർലി അവിടെയുണ്ട്. കുഞ്ഞാ വാ. കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. പ്രശ്നമുണ്ടോ? കുഞ്ഞിൻ്റെ ആ മുഖത്തെ പാടും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ. കുഞ്ഞൻ കൈയൊക്കെ കടിച്ചു പറിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ മഴ വരാനുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇരുണ്ട് കൂടിയ കാലാവസ്ഥയൊക്കെയാണ്. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. നമ്മളെ ചാരു ഇവിടെ ഉണ്ട് കേട്ടോ. ചാർലി, ഓക്കെ, ഇവിടെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് മുള്ളാണ് കേട്ടോ. മുള്ളിൻ്റെ ചെടിയാണ്. അത് വെച്ച് അവരൊരു വെയിൽ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ടെല്ലാം കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ആരും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മീശ മാധവ സിനിമയിൽ അവർ നടന്നു പോകുന്ന വഴി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞാ, പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് മൊത്തം കൃഷി തന്നെയാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലും മുള്ളുകൊണ്ടുള്ള വേലി, അതിന് നടുക്കെ കൂടി ചെറിയൊരു റോഡ്, ഈ 2 സൈഡിലും ഫുള്ള് കൃഷി. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ.
അപ്പോൾ ഓക്കെ, നമ്മളിത് ഇവിടുന്ന് പതുക്കെ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പം പതുക്കെ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം. നമ്മളിനി ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത്. കുഞ്ഞാ, ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞു. കുഞ്ഞ് ഫുള്ള് ട്രിപ്പിംഗ് മൂഡായിരുന്നു അല്ല കുഞ്ഞാ? അപ്പോൾ ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചതിനൊക്കെ ഒരുപാട് താങ്ക്സ് എല്ലാവരോടും. അപ്പോൾ നമ്മളിതേ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. നമ്മളെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാവരും തിരക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പറയാനായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആയിരിക്കണം.